അത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ ഇതേപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഓർത്തു, ഈശ്വര എനിക്ക് എന്തെങ്കിലും ചെയ്യാം. അന്ന് എനിക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ, ഞാൻ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോസ് പോലും കോൺഫിഡൻസ് ബിൽഡിങ് പ്രസൻറ്റേഷനൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സ് ഞാൻ ഇഗ്നോന്ന് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാഷണൽ ഹെൽത്ത് കെയർ അങ്ങനെ പല കോഴ്സുകളായിട്ട് ഞാൻ ചെയ്തു. കാര്യം എനിക്കിവരെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ കൊച്ചായിട്ട്, കാര്യം ഒരു കുഞ്ഞിന് കോൺഫിഡൻസ് പോകുമ്പം ആ കുഞ്ഞ് കുറേ കാര്യങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ അതിൻ്റെ പിന്നിൽ ഇതേപോലൊരു നല്ലൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ കുട്ടികൾക്കത് നന്നാവില്ലേ. അവർ നന്നാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ജനറേഷൻസാണ് നന്നാവുന്നത്. അങ്ങനെയാണ് ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വന്നത്. ജസ്റ്റ് 1-2 പേരായിട്ടാണ്. കോവിഡിൻ്റെ ടൈമാണ് രമ്യ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബൂമായത് കേട്ടോ. 1-2 വീഡിയോസ് ഇതേപോലെ ഓവർനൈറ്റ് കയറി 1-2 മില്യൺ ആയ ഒരു അത് അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ ഇറ്റ് മസ്റ്റ് ബി ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരിക്കും ഇതിലേക്ക് വരണം എന്നൊക്കെ. അങ്ങനെ പിന്നെ പതിയെ ഇപ്പോൾ ഇത്രയും വലിയൊരു ഗോഡ്സ് ഗ്രേസ് ഇപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുന്നു.